ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയരായ കർത്തൃ ശുശ്രൂഷകർക്കും കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദിവസങ്ങൾ ഓരോന്നോരോന്ന് കഴിഞ്ഞു പോവുകയാണ്. കാലം ഓരോന്നോരോന്ന് തീർന്നു പോവുകയാണ്. നാം പലരും ചിന്തിക്കുമ്പോൾ എത്ര വേഗം നിന്നാണ് ഇത്രയും പ്രായത്തിലെത്തിയതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കാലം മാറിപ്പോകുന്നു. ദിവസങ്ങൾ നീണ്ടു വരുന്നു. ദിവസങ്ങൾ പെട്ടെന്ന് തീരുന്നു. പ്രായമേറി വരുന്നു. എന്നാൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും നേടാൻ ഇടയായോ? ഒന്നും നേടിയിട്ടില്ല എന്നുള്ള ചിന്ത. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നുറുങ്ങിയ ഹൃദയം, തകർന്ന ഹൃദയം. കീർത്തനക്കാരനായ ദാവീദ് വ്യക്തമായി അറിഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമാണ് പറഞ്ഞത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എന്നാരെല്ലാം മനസ്സ് തകർന്നവരായി വന്നിട്ടുണ്ട്. വിഷയങ്ങൾ പലർക്കും പലതാകാം, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. എന്നാൽ ഇന്ന് ആരെല്ലാം മനസ്സ് തകർന്നവരായി വന്നിട്ടുണ്ട്, ഹൃദയം നുറുങ്ങിയവരായി വന്നിട്ടുണ്ട്. ഒരു കാര്യം, ബലഹീനും ഭാവിയും നിസ്സാരനുമാകുന്ന എനിക്ക് തീർച്ചയായിട്ടും ദാവീദിനോട് ചേർന്ന് പറയാൻ കഴിയും, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ദൈവം സമീപസ്ഥനായിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ലഭിക്കുക എന്തൊരു ഭാഗ്യമാണ്. ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, കർത്താവേ, ഈ അത്ഭുതകരമായ രംഗത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ, ചിതറിപ്പോയ ഞങ്ങളെ കൂട്ടിച്ചേർത്തല്ലോ. സത്യമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോരുത്തരുടെയും നാവിലൂടെ സംസാരിക്കുന്നല്ലോ. നാം ഭാഗ്യശാലികളായ ഒരു ജനതയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നിൽക്കുന്നത്. ദൈവം എന്നെയും തിരഞ്ഞെടുത്തല്ലോ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. അപ്പോസ്തല പ്രവൃത്തികൾ 13 13:48 നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാമോ? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. എന്താണ് വിശ്വസിച്ചത്? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എന്താണ് വിശ്വസിക്കേണ്ടത്? നാം നിത്യജീവനായി നിയമിക്കപ്പെട്ടവരാണ്. എത്ര പേർക്ക് അങ്ങനെ വ്യക്തമായ ഒരു ഉറപ്പുണ്ട്? എൻ്റെ കർത്താവ് യുഗപരിപാടിയിൽ എന്നെ ഉൾപ്പെടുത്തി. ജീവനുള്ള ദൈവം എന്നെ യുഗങ്ങൾക്ക് മുമ്പ് കണ്ടു. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കണ്ടു. ഇതെല്ലാം നാം കാണാതെ പറയുകയും പഠിക്കുകയും വെറുതെ പറഞ്ഞു വിടുകയും ചെയ്താൽ പോരാ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എത്ര പേർക്ക് ആ വ്യക്തമായി ഉറപ്പുണ്ട്? എന്നെ ദൈവം നിത്യജീവനായി നിയമിച്ചിരിക്കുകയാണെന്ന്. അപ്പോയിൻമെൻ്റ് തന്നിരിക്കുകയാണ്. ഒരു ജോലിക്ക് നിയമിക്കുന്നത് പോലെ ഒരു നിയമനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. അവർ വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. ആ വാക്യം ഒന്നുകൂടി വായിക്കാമോ? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. അപ്പോഴാണ് കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിക്കുന്നത്. നാട് മുഴുവൻ ദൈവത്തിൻ്റെ വചനം വ്യാപിക്കണമോ? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിക്കണം. ആരിൽ വിശ്വസിക്കണം? ജീവനുള്ള ദൈവം എന്നെ യുഗങ്ങൾക്ക് മുമ്പ് കണ്ടു. ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എൻ്റെ മേൽ വന്നു. അങ്ങനെ വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ഇന്ന് ദാവീദിനെ കുറിച്ചാണ് ദൈവമക്കൾ പലരും പറഞ്ഞത്. എൽദോസ് ബ്രദറും പറഞ്ഞതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13:22 അവസാനം, ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. കേട്ടോ നിങ്ങൾ? ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അതെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മ നിറവിൽ ദൈവം പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവോട് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ ദാവീദിനെ നിത്യജീവനായി നിയമിക്കപ്പെട്ടു.
ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ദൈവത്തിന് ബോധിച്ച പുരുഷനായി തീരുക. എന്താണ് ജീവിതത്തിൽ ദാവീദിനുണ്ടായിരുന്ന മേന്മ? ഇതെങ്ങനെയാണ് ദൈവത്തിന് ബോധിച്ച പുരുഷനായി തീരുക? ഇശായിയുടെ മകനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ വ്യക്തമായി തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് ദൈവത്തിൻ്റെ ഹിതം എല്ലാം ചെയ്യുമെന്ന് ദൈവം സാക്ഷ്യം പറയുകയാണ്. എനിക്ക് ബോധിച്ച പുരുഷനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ചൊല്ലിക്കൊണ്ട് കർത്താവ് പറയുമോ? ഈ ജോണിനെ കുറിച്ച് പറയുമോ? ഓ, ഈ ജോൺ എന്ന് പറഞ്ഞവൻ എനിക്ക് ബോധിച്ച പുരുഷനാണെന്ന് ജീവനുള്ള ദൈവം പറയുമോ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ദൈവം നമ്മെ ചൊല്ലി സാക്ഷ്യം പറയണം. എനിക്ക് ബോധിച്ച പുരുഷനെന്ന് ദൈവം കണ്ടു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് ദാവീദിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ചിന്തിച്ചു നോക്കൂ, എന്നെക്കുറിച്ച്, ഇവിടെ ഇരിക്കുന്ന മറ്റ് ദൈവമക്കളെക്കുറിച്ച് ഇതെല്ലാം പറയുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കണം. എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊണ്ട് സാക്ഷാൽ എല്ലാം അറിയുന്ന ജീവനുള്ള ദൈവം, ഹൃദയങ്ങളെയും അന്തര ഇന്ദ്രിയങ്ങളെയും അറിയുന്ന ദൈവം, നമ്മുടെ രഹസ്യ ജീവിതം അറിയുന്ന ദൈവം, നമ്മളുടെ വീട്ടിൽ നാം ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ആ വാഗ്വാദങ്ങൾ കാണുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ മക്കളോടുള്ള പെരുമാറ്റം അറിയുന്ന ദൈവം, സ്ഥാപനത്തിൽ മറ്റാളുകളോട് പെരുമാറുന്ന ആ സ്വഭാവ സവിശേഷത എല്ലാം കണ്ടുകൊണ്ട് ജീവനുള്ള ദൈവം എന്നെ നോക്കി, നമ്മെ ഓരോരുത്തരും നോക്കി പറയുമോ? ഇവൻ എനിക്ക് ബോധിച്ച പുരുഷനാണ്, ഇവൻ എനിക്ക് ബോധിച്ച സ്ത്രീയാണ്. ദൈവം സാക്ഷ്യം പറയുക. ഇശായിയുടെ മകനെ എനിക്ക് ബോധിച്ച പുരുഷനായി ഞാൻ കണ്ടു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ബോധിച്ച മനുഷ്യരായി തീരുക എന്തൊരു ഭാഗ്യമാണത്. നാം അങ്ങനെയാണോ? അയ്യോ, എനിക്കത് പറയുമ്പോൾ ഞാൻ ഞെട്ടലോടെയാണ് നിൽക്കുന്നത്, ഞാൻ വിറയലോടെയാണ് നിൽക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ആ തിരുരക്തത്താൽ എന്നെ മറയ്ക്കണമേ എന്നും, ആ ക്രൂശിൻ്റെ മറവിൽ എന്നെ മറച്ചു നിർത്തണമേ എന്നും, ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്കൽ എൻ്റെ മേൽ പുതപ്പിക്കണമേ എന്നും പറഞ്ഞുകൊണ്ട് വിറയലോടെയാണ് നിൽക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ അശുദ്ധിയുള്ള ജനത്തിൻ്റെ നടുവിൽ പ്രാർക്കുന്നു. ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ, അധരം ശുദ്ധിയില്ലായിരുന്നു. തന്നെത്താനുള്ള തിരിച്ചറിവ്, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാൻ എന്തെങ്കിലും ആണെന്നല്ല, ഞാൻ എന്തെങ്കിലും ആയിന്നല്ല, കർത്താവേ ഞാൻ ഏതുമില്ല എന്നുള്ള തിരിച്ചറിവ്. അതാണ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ആരെല്ലാം അവകാശവാദങ്ങളൊന്നും പറയാതെ കർത്താവേ എനിക്ക് ഒന്നും പറയാനില്ല എന്ന് ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് അവരെ സഹായിക്കാൻ ജീവനുള്ള ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലരുത്. കർത്താവേ ഞാൻ ഇന്ന പ്രായത്തിൽ സമർപ്പണം എടുത്തു, അത് ശരിയാണ്, സമർപ്പണം എടുക്കേണ്ടതാണ്, എന്നാൽ അത് പറഞ്ഞുകൊണ്ട് ചെല്ലരുത്. ഞാൻ ഒരിക്കലും മദ്യവെച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും പുകവലിച്ചിട്ടില്ല, ഞാൻ അരുതാത്ത ഒരു കാര്യത്തിലും പോയിട്ടില്ല, ഞാനൊരു അഴുക്ക് പടം കണ്ടിട്ടില്ല. ഒന്നും പറയുന്നവരെ ദൈവത്തിന് വേണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടതുവണ്ണം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ചിലർക്കെല്ലാമെങ്കിലും കർത്താവ് അത് ഗ്രഹിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ്? എൻ്റെ ദൈവമേ, ദൈവം പ്രസാദിക്കുന്ന ഹൃദയം എന്താണ്? ഞാൻ ഏതുമില്ല എന്ന് പറയുമ്പോൾ ദൈവം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നു, അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നു. എൻ്റെ കുറ്റം മാത്രം ഞാൻ കാണുന്നു. എൻ്റെ ജീവിതത്തിൽ എന്ത് മേന്മയുണ്ടെന്നല്ല, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മിൽ തെറ്റുള്ളവരാരെല്ലാം വന്നിട്ടുണ്ട്, എനിക്ക് തിരുത്താനുണ്ടെന്നുള്ള ചിന്തയുള്ളവരാരെല്ലാം വന്നിട്ടുണ്ട്. അവരെ മാത്രമേ ദൈവം സ്നേഹിക്കുകയുള്ളൂ. കാരണം തിരുവചനം മാറ്റമില്ലാത്തതാണ്. പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ദൈവം. ആരെല്ലാം പാപബോധത്തോടെ വന്നിട്ടുണ്ട്, ആരെല്ലാം കർത്താവേ ഞാൻ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ എളിമയോടെ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. മനുഷ്യർ പറയുന്ന ഏത് നിസാരവാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് തിരുവചനം പറയുകയാണ്. ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഞാൻ ദൈവരാജ്യത്തിൽ ചെന്നാലും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മനുഷ്യർ പറയുന്ന ഏത് നിസാരവാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരേക്കാളും നിസാരനും പാപിയും ഏതുമില്ലാത്തവനുമാണെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ കരുണയിൽ ചാരിക്കൊണ്ടാണ് ബലഹീനനും മഹാപാപിയുമാകുന്ന അടിയൻ ഇവിടെ നിൽക്കുന്നത്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു, ദ്രവത്വം കണ്ടു, തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു ദ്രവത്വം കണ്ടു എന്നത് അതിനെക്കുറിച്ച് പറയുകയാണ്.
പ്രിയപ്പെട്ടവരെ, ദാവീദ് ദൈവത്തിന് ബോധിച്ച പുരുഷനായിരുന്നു. ദൈവത്തിന് ബോധിച്ച പുരുഷനാകാൻ, ഇന്നു മുതൽ ദൈവത്തിന് ബോധിച്ച ഒരു സ്ത്രീയാകാൻ, ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തിത്വമായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, പ്രായ വ്യത്യാസമില്ല, എല്ലാവരും പ്രാർത്ഥിച്ചുള്ളൂ. ഇന്ന കുടുംബത്തിൽ നിന്ന് വന്നവരെന്നില്ല. ഇവിടെ നമുക്ക് യാതൊരു ഭേദവുമില്ലോ. ഇവിടെ നമുക്ക് മതഭേദമില്ല, ഇവിടെ നമുക്ക് സഭാഭേദമില്ല, ഇവിടെ നമുക്ക് കക്ഷിഭേദമില്ല, ഇവിടെ നമുക്ക് പള്ളിഭേദമില്ല, ഇവിടെ നമുക്ക് പണ്ഡിതനെന്നോ പാമരനെന്നോ ദരിദ്രനെന്നോ ധനികനോ ഒന്നുമില്ല. സത്യം സത്യം പോലെ നിങ്ങൾ ഗ്രഹിക്കണം, ഞാനും ഗ്രഹിക്കണം. സത്യമാണ്, നാം എല്ലാവരും പാപികളാണ്. പാപിയെ സ്നേഹിക്കുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവേ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ജീവനുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്തൊരു ഭാഗ്യമാണ്. ദൈവം എല്ലാം കരുതി കൊടുക്കുന്നു. ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു. സ്ഥാപനം ആരുടെയാണ്? എനിക്കറിയാം. ഞാനൊരു നിസ്സാരപ്പെട്ട മനുഷ്യനാണ്. ഞാൻ ചുമ്മാ പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുമോ? അല്പപ്രാണിയാണ്. എനിക്ക് ഒന്നിനും കഴിവില്ലാത്ത മനുഷ്യനാണ്. ഉള്ള സത്യം ഞാൻ ഉള്ളതുപോലെ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അവർ 2 പേരും ഡിഗ്രിക്കാരാണ്. എന്നാൽ ഞാനോ പഠിക്കാൻ ഏറ്റവും മണ്ടനായിരുന്നു. കണക്കിന് 7 മാർക്ക് കിട്ടിയ വല്ലവരും കേൾക്കുന്നുണ്ടോ എന്നെ? എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്നെ സാറ് പൊട്ടനെന്ന് വിളിച്ചിരുന്നു. എങ്ങനെയാണ് ഞാൻ ഇങ്ങ് എത്തിച്ചേർന്നത്? എങ്ങനെയാണ് ഇത്? ഞങ്ങളുടെ വീടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീടിൻ്റെ മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ചിലരെല്ലാമെങ്കിലും പുതുതായി വന്നിട്ടില്ലേ. ഞാൻ യേശുക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പ് എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു ഭ്രാന്തനായി എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുമായിരുന്നു. സത്യമാണ് പറയുന്നത്. എനിക്കത് ബോധ്യമുണ്ട്. ഞാൻ ഈ അത്ഭുത പുണ്യപുരുഷനായ യേശു എന്നെ സ്നേഹിച്ചു. ഞാൻ ഒരിക്കലും തേടി ഇറങ്ങി ചെന്നില്ല. ഞാൻ ഒരിക്കലും യേശുവിനെ അന്വേഷിച്ചു പോയില്ല. ഒരു ദൈവം ഉണ്ടോ എന്ന് ഞാൻ തപ്പി എങ്ങും പോയില്ല. ഞാൻ എങ്ങും പ്രസംഗം കേൾക്കാൻ പോയില്ല. അങ്ങനെ അന്വേഷിച്ച് നടന്ന മനുഷ്യനായിരുന്നില്ല ഞാൻ. എന്നാൽ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ എൻ്റെ കർത്താവിൻ്റെ കണ്ണെന്നെ കണ്ടു. നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ രോഗത്തിൻ്റെ അണുക്കൾ കർത്താവ് കത്തിച്ചു കളയും. സത്യമാണ് പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. മുഴുവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. മനുഷ്യർക്കാർക്കൊരു കാര്യവുമില്ല. മനുഷ്യൻ എന്തെല്ലാം ചെയ്താൽ ഒരു പ്രയോജനവുമില്ല. ഏത് പ്രവചനപരമുള്ള വ്യക്തിയാണെങ്കിലും അവനും മനുഷ്യനാണ്. കാരണം പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നുപോകും. വിവേചനത്തിൻ്റെ ആത്മാവുണ്ടെന്നിരിക്കട്ടെ, അതുകൊണ്ടും പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും ആ വ്യക്തിയെ സംബന്ധിച്ച് ആർക്കെങ്കിലും നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടും പ്രത്യേകിച്ച് ആർക്ക് ഗുണമില്ല? ആ വ്യക്തിക്കൊരു ഗുണവുമില്ല. ദർശനപരമുണ്ടെങ്കിലും ഒരു ഗുണവുമില്ല. പ്രിയപ്പെട്ടവരെ, ആർക്ക്? ആ വ്യക്തിക്കൊരു ഗുണവുമില്ല. അത് ദൈവം സൗജന്യമായി കൊടുക്കുന്നതാണ്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവേ, ജീവനുള്ള ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തു. അവിടുത്തെ യുഗപരിപാടിയിൽ എന്നെ ഉൾപ്പെടുത്തി. എൻ്റെ കർത്താവേ, എൻ്റെ മേന്മ കൊണ്ടല്ല, എൻ്റെ യോഗ്യത കൊണ്ടല്ല, അവിടുത്തെ അത്ഭുത സ്നേഹത്താൽ എന്നെ വിളിച്ചല്ലോ. അവിടുന്ന് എന്നെ വേർതിരിച്ചല്ലോ. എനിക്കൊരു സുബോധം തന്നല്ലോ. ദൈവം ഉണ്ടെന്ന് പോലും ചിന്തിക്കാതിരിക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ആ മധ്യത്തിൽ നിന്നും ക്രിസ്ത്യാനികൾ ക്രിസ്തു ആരാണെന്നറിയാതെ വെറുതെ ചടങ്ങ് പോലെ ആരാധനയിലും എല്ലാം കുർബാനയിലും എല്ലാം പങ്കെടുക്കുന്നു. ഞാൻ ഒന്നിനെയും കുറ്റപ്പെടുത്തുകയല്ല. എന്നാൽ അനേകരുടെ കണ്ണിന്ന് കുരുടായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, കുരുടനെ വഴികാട്ടുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കുരുടനെ വഴികാട്ടുന്നു. പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ പുത്രിക്ക് ലഘുവായി ചികിത്സിക്കുന്നു. ഞാൻ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടത്. ഞെട്ടലോടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, കൊലപാതകന്മാർ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, അങ്ങനെ അതുപോലെ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു വ്യക്തി പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. ഞെട്ടലോടെയാണ് കേട്ടത്. അങ്ങനെ തന്നെത്താൻ അഴുക്കാക്കുന്നത് പാപമല്ല എന്ന്. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ പറയും? ഒരു വ്യക്തി, ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു എന്ന്. പ്രിയപ്പെട്ടവരെ, അനേകരുടെ കണ്ണ് കുരുടായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവം നമുക്ക് ഭാഗ്യവശാൽ, എൻ്റെ ജീവനുള്ള ദൈവം നമുക്ക് കണ്ണ് കാഴ്ച തന്നത്. ദൈവത്തിൻ്റെ കരുണയാണ്, അത്ഭുത വിളിയാണ്, ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹമാണ് നമ്മെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഒന്നും പറയാനില്ലാതെയാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവേ, ഞാൻ ഈ വന്നിരിക്കുന്ന എല്ലാവരേക്കാളും പാപികളാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എൻ്റെ മനസ്സിൽ
ശക്തമായൊരു ചിന്ത തന്നു, അവനെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ നിൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, അതാണ് കെട്ടുറപ്പ്, അതാണ് അത്ഭുതം. ആരുടെയും മേന്മ കൊണ്ടല്ല. അതുകൊണ്ടാണ് ദൈവദാസൻ ആദ്യം പറഞ്ഞപ്പോൾ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, സെരൂബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായി തീരും, അതിന് കൃപ കൃപ എന്ന് ആർപ്പോടെ ആണിക്കല്ല് കയറ്റുമെന്ന്. വെറും കൃപയാണ്, വെറും കരുണയാണ് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹം. പ്രിയപ്പെട്ടവരെ, അതൊന്ന് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, നിരാശ വരില്ലെന്ന് ഞാൻ പറയുന്നില്ല, സങ്കടം വരുന്നില്ലെന്ന് പറയില്ല, പാപം വരില്ലെന്ന് പറയുകയില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ മുഖം മറഞ്ഞു പോയാൽ ഒരു മനുഷ്യന് വരുന്ന അപകടം, അതാണ് കഷ്ടകാലം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മുഖം മറയുക. ദൈവത്തിൻ്റെ മുഖം മറഞ്ഞാൽ പിന്നെ ഒന്നിലേക്കും നിങ്ങൾ പുറപ്പെട്ടു പോകരുത്. പ്രിയപ്പെട്ടവരെ, കിട്ടിക്കൊണ്ടിരിക്കുന്ന ചൈതന്യം കുറഞ്ഞു പോയാൽ, ചൈതന്യം നഷ്ടപ്പെടുന്ന കാര്യമല്ല പറഞ്ഞത്, നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെട്ടു പോയാൽ അതിവേഗം എല്ലാ പരിപാടിയും നിർത്തിവെച്ചിട്ട് കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് എങ്ങലടിച്ച് കരഞ്ഞതുപോലെ 51-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്താണ്? ദൈവമേ നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്നതിൻ്റെ അടുത്ത് കരുണ തോന്നുന്നൊരു ദൈവമുണ്ട്. ദൈവമേ നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ തോന്നണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി ഒന്ന് കഴുകണമേ. ആരാണ് കഴുകുന്നത് പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും മനുഷ്യർ കഴിയാൻ വല്ല ഗുണമുണ്ടോ? പ്രത്യേകിച്ച് എന്ത് ചെയ്താലും ഒരു ഗുണവുമില്ല. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. കഴുകേണ്ടത് ആരാണ്? യേശുവിൻ്റെ തിരുരക്തം വന്ന് കഴുകണം. യേശുവിൻ്റെ രക്തത്തിൻ്റെ കഴുകൽ ലഭിക്കാനിടയാകുക. അങ്ങനെ കഴുകൽ ലഭിച്ചവർക്കാണ് തിരുരക്തത്തിൻ്റെ മുദ്ര ലഭിക്കുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ചിലരെല്ലാം മനസ്സിലാകാത്തതുപോലെ ഇരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളം കത്തുകയാണ്. കാരണം മരിച്ച ശേഷം ആര് പ്രാർത്ഥിച്ചാലും നിങ്ങൾ കേട്ടുകൊള്ളൂ, ഈ കൂട്ടായ്മയുള്ള മുഴുവൻ ആളുകളും കൂടെ ഓടി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവരാജ്യത്തിലെത്തുമെന്ന് നിങ്ങൾ വൃഥാ ചിന്തിക്കരുത്. അതുകൊണ്ട് മരണശേഷമുള്ള ശവസംസ്കാര ശുശ്രൂഷയിലെ പ്രാർത്ഥനകൾ തെറ്റാണെന്നല്ല പറഞ്ഞത്. മരണശേഷമല്ല പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ അപ്പൻ കിടപ്പായി രോഗിയായി വളരെ പ്രയാസപ്പെട്ട് പ്രതിസന്ധിയിലായിരിക്കുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പലതും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യുന്നറിയാമോ? നിങ്ങൾ ചെവി തുറന്ന് കണ്ണ് തുറന്ന് ശ്രദ്ധയോടെ കേൾക്കൂ. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ചെവി തുറന്ന് കേൾക്കൂ, കണ്ണ് തുറന്നിരുന്ന് കേൾക്കൂ. കണ്ണടയ്ക്കരുത്. അടച്ചാൽ നിങ്ങൾക്ക് ക്ഷീണം വരും, നിങ്ങൾ ഉറങ്ങിപ്പോവും, മയങ്ങിപ്പോവും. അത് അപകടകരമാണ്. വചനം കേൾക്കുന്നവനല്ല, വചനം ഉള്ളിലേക്ക് കടന്നു എന്ന് കർത്താവിൻ്റെ വചനം ക്രിയ ചെയ്യുമ്പോഴാണ് പാപം മാറുന്നത്. ഉള്ളിലേക്ക് വചനം കടന്നു വരുവാൻ ഇടയാകുക. അതിനെന്ത് വേണം? തന്നെത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഈ സമയത്തിരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ എൻ്റെ ഹൃദയമൊന്ന് തുറക്കണമേ. അന്നങ്ങ് യൂറോപ്പിൽ അപ്പോസ്തലൻ പ്രസംഗിച്ചു. സെൻറ്റ് പോൾ അപ്പോസ്തലനായ പൗലോസ് തിരുവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുഴവക്കത്ത് തുണിച്ചായം വിൽക്കുന്ന ലുദിയ എന്ന് പറഞ്ഞ സ്ത്രീ, അവരുടെ ഹൃദയം കർത്താവ് തുറന്നു. കർത്താവ് തുറക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കർത്താവെ ഈ പറയുന്ന മുഴുവൻ ഗ്രഹിക്കാൻ എൻ്റെ ആത്മാവിൻ്റെ കണ്ണൊന്ന് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഹൃദയത്തിൻ്റെ പൂട്ട് തുറന്നു തന്നാൽ ഉള്ളിലേക്ക് വചനം കടന്നു വരും. നിങ്ങൾ വിചാരിക്കും ഒരുമിച്ച് ദൈവദാസന്മാർ കൈമലർത്തിയാൽ ഏതെങ്കിലും ആത്മാവ് ദൈവരാജ്യത്തിലേക്ക് എടുക്കപ്പെടുമെന്ന്. ഇല്ല പ്രിയപ്പെട്ടവരെ, സത്യമല്ലാത്. കേൾക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണിത് പറയുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് എന്ത് വേണം? മാനസാന്തരപ്പെടണം. തിരുവചനം കേൾക്കണം. ജീവിതത്തിൽ വ്യത്യാസം വരണം. മരിക്കാറാവുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്. ചില കേസിലെല്ലാം ദൈവം ചില കാര്യങ്ങളെല്ലാം കരുണ തോന്നി നടന്നതായിട്ടുള്ള സംഭവം നമുക്കറിയാം. പക്ഷെ അതെല്ലാം ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അതിൻ്റെ എല്ലാം രഹസ്യമാണെന്ന്. രഹസ്യം എന്തെന്ന്? നാം ഒരു കുടുംബമാണ്, നാം ഒരു കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് മാത്രമല്ല ഒരു ഒറ്റ കുടുംബമാണ്. പ്രിയപ്പെട്ടവരെ, വല്ലതും ഗ്രഹിക്കാൻ ഇടയാകുന്ന മഹാഭാഗ്യമാണെന്ന് ചിന്തിക്കണം. കർത്താവെ, ഇന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നുള്ളിലേക്ക് വല്ലതും കയറി വരുന്നുണ്ടോ? അത് ഭാഗ്യമാണെന്ന് കരുതി ഇന്ന് രക്ഷ സ്വായത്തമാക്കിക്കൊള്ളണം. ദൈവം ഒരു ആത്മാവിന് കൊടുക്കുന്ന വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തിനേക്കാൾ വിലയേറിയതാണ്. പറയട്ടെ, ഈ കൂട്ടായ്മയിലുള്ള മനുഷ്യർ മാത്രമേ പാപികളായിട്ടുണ്ടായിരുന്നു എന്നിരിക്കട്ടെ. ഈ കൂട്ടായ്മയുള്ളവർ മാത്രം പാപികൾ. ബാക്കിയുള്ള മുഴുവൻ 750 കോടി ജനങ്ങളിലും ബാക്കി മുഴുവനും വിശുദ്ധരായിട്ട് ജീവിക്കുന്നവരാണെന്നിരിക്കട്ടെ. എന്നിരുന്നാലും എൻ്റെ ജീവനുള്ള ദൈവം അവിടുന്ന് മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ജീവിച്ച് തൻ്റെ അവസാനത്തുള്ളി രക്തം
രക്തം വരെ ഊറ്റിക്കൊടുക്കുവാൻ കാൽവറിയിൽ യാഗമായി തീരുമായിരുന്നു. ഈ സത്യമാണ് നാം തിരിച്ചറിയേണ്ടത്. ദൈവത്തിന് പണ്ഡിതനെന്നോ പാമരനോ എന്നില്ല, ദരിദ്രനെന്നോ ധനികനോ എന്നില്ല, ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിൻ്റെ ഉടമയോ എന്നില്ല, നിറം കുറഞ്ഞവനെന്നില്ല, നിറം കൂടിയവനെന്നില്ല. അതാണ് ജീവനുള്ള ദൈവം തൻ്റെ തിരുരക്തം ചിന്തി നമ്മെ വീണ്ടെടുക്കുവാനായി ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നിയത്. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭാഗ്യമാണത്! ആ സത്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഉണരുന്നത്. ജീവനുള്ള ക്രിസ്തു എൻ്റെ ഉള്ളിൽ കടന്നു വരിക, എനിക്ക് വേണ്ടി മരിച്ച ജീവനുള്ള ദൈവം, ആ ദൈവത്തെ കണ്ടെത്താനിടയാകുക, ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനിടയാകുക. എന്തൊരു ഭാഗ്യമാണ്! ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെടണം, പാപത്തോട് യാത്ര പറയണം, പിശാചിനോട് യാത്ര പറയണം. യേശുവിനെ രക്ഷകനായി സ്വന്തം നാവുകൊണ്ട്, സ്വന്തം വായ് കൊണ്ട്, സ്വന്തം ഹൃദയത്തിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് കർത്താവേ ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് വ്യക്തമായി തീരുമാനമെടുക്കണം. പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയണം. അങ്ങനെ പറയുമ്പോൾ വാസ്തവമായും ക്രിസ്തുവിൻ്റെ ആ തിരുരക്തം വന്ന് നമ്മുടെ പാപം കഴുകും. അതാണ് എല്ലാ കൂടിവരവുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചടങ്ങ് പോലെ കൂടി വന്നിട്ട് എല്ലാം കേട്ടിട്ട് വീണ്ടും വീണ്ടും സമർപ്പണമെടുക്കുന്നു. എന്നാൽ വിശ്വാസമില്ലാതെ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, കൈവെക്കുന്നു. അതുകൊണ്ടൊന്നും രക്ഷയിലാകുകയില്ല. ഈ കൂട്ടായ്മയിൽ എത്ര കാലം വന്നു എന്നുള്ളതുകൊണ്ടും നിങ്ങൾ രക്ഷാതുറമുഖത്തെത്തുമെന്ന് ചിന്തിക്കരുത്, മിഥ്യ ധരിച്ചു പോകരുത്. ജീവനുള്ള ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി എനിക്ക് തീരണം, ദൈവത്തിന് ബോധിച്ച പുരുഷനായി എനിക്ക് ജീവിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം. ദൈവം ബോധിച്ച പുരുഷനായി ദാവീദിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, അല്ലാതെ നിങ്ങൾ അവസാന കാലത്ത് ഒരിക്കലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒന്ന് പ്രാർത്ഥിച്ചേ, സാറൊന്ന് പ്രാർത്ഥിച്ചേ, അല്ലെങ്കിൽ ഞങ്ങൾ ദൈവമക്കളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലൊന്നും ദൈവരാജ്യത്തിലെത്തുമെന്ന് ആരും പറഞ്ഞു കൊടുക്കരുത്. അത് സാധ്യവുമല്ല എന്നുള്ള സത്യം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞു വന്നത്? ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനകൾക്കനുസരിച്ച് ശുശ്രൂഷ ചെയ്തു, നിദ്ര പ്രാപിച്ചു, ദ്രവത്വം കൊണ്ടു തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. ദൈവത്തിന് ബോധിച്ച പുരുഷനായി തീരുക, ദൈവത്തിന് ബോധിച്ച പുരുഷനായി തീരുക, ദൈവത്തിന് ബോധിച്ച മനുഷ്യനായി തീരുക. നാം ദൈവത്തിന് ബോധിച്ച മനുഷ്യനാണോ? ചിന്തിച്ചു നോക്കൂ. എന്നാൽ ദാവീദ് ആരായിരുന്നു? ദാവീദിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ വന്നു നാം കേട്ടു. വായിക്കാം. 2 ശമൂവേൽ 12:7 അവിടെ പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ എന്ന് ദാവീദിന് ബോധം വരുത്തുമാറ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറവിൽ പ്രവാചകൻ വന്ന് ദാവീദിനോട് സംസാരിച്ചു. ഭാഗ്യമാണ്. പാപബോധം കിട്ടുന്നത് ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് ദാവീദിനോട് നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു. അതിനു മുമ്പ് എന്താണ് ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന അപകടം? ദാവീദിന്റെ ജീവിതത്തിൽ വന്ന തെറ്റെന്താണ്? നമുക്കെല്ലാം അറിയാം. എന്നാൽ 11-ാം അധ്യായം 2 മുതൽ 16 വരെ എന്ന് വാക്യം നിർത്തി ഒന്ന് വായിച്ചാൽ പ്രത്യേകിച്ചൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ തെറ്റുകൾ വന്നു, ജീവിതത്തിൽ അപാകതകൾ വന്നു, ജീവിതത്തിൽ പാപം വന്നു. ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെങ്കിലും നിങ്ങളാരും നിരാശപ്പെടരുത്, നിങ്ങളാരും തളരരുത്. എന്നാൽ വ്യക്തമായൊരു തീരുമാനമെടുത്താൽ കർത്താവ് നിങ്ങളെ കഴുകും. അത് ഇന്നാണ്, നാളെയല്ല കഴുകുന്നത്. പ്രിയപ്പെട്ടവരെ, വായിക്കാം. ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ. എന്താണ്? ദാവീദ് ആരായിരുന്നു? ദാവീദ് വെറും ആട്ടിടയനായിരുന്നു. നാം കേട്ടല്ലോ, വെറും ആട്ടിടയൻ. ആരാലും അറിയപ്പെടുന്ന വ്യക്തി ആയിരുന്നില്ല. ഇശായിയുടെ മക്കളിൽ 8 മക്കളിൽ ഏറ്റവും ഇളയവനായവൻ, ആർക്കും വേണ്ടാതിരുന്നവൻ, ആരും ഗമനിച്ചിരുന്നവനല്ല, ഏറ്റവും ചൂത്തയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ദാവീദിനെ തിരഞ്ഞെടുത്ത ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് കഥയെല്ലാം അറിയാമല്ലോ, സംഭവമെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു, ദാവീദിന് ദൈവം അഭിഷേകം നൽകി, ദാവീദിന് ദൈവം രാജസ്ഥാനം നൽകി, ദാവീദിന് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി, പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ദാവീദിന് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം അറിയാവുന്ന കാര്യമാണ്. ദാവീദിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ദാവീദിന് എല്ലാം കൊടുത്തു. ദാവീദ് രാജാവായി. ദാവീദിന് ഭാര്യമാരെ കൊടുത്തു, കൊട്ടാരം കൊടുത്തു, 1-ലധികം ഭാര്യമാരുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, വെപ്പാട്ടികളെ കൊടുത്തു. എല്ലാം ദാവീദിന് ധാരാളം ദാസന്മാരെ കൊടുത്തു. ദാവീദ്
ദാവീദിന് പട്ടാളക്കാരുണ്ട്, പട്ടാളക്കാരുടെ മേധാവികളുണ്ട്. 100 പേർക്കും 1000 പേർക്കും എല്ലാം മേധാവികളായി. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്താൻ ദാവീദിന് എല്ലാ സംവിധാനങ്ങളും ഒത്തുവന്നു. എല്ലാമുണ്ട്. ദാവീദിന് പോരാഞ്ഞിട്ട് ഉലാവാനായിട്ട്, ദാവീദിന് ഉലാത്താനായിട്ട്, ദാവീദിന് ഒന്ന് നടക്കണമെന്ന് തോന്നുമ്പോൾ വലിയ പൂന്തോപ്പ് എല്ലാം കൊടുത്തു. ദൈവം എല്ലാം കൊടുത്തു. ദൈവം ഒന്നിനും കുറവ് വരുത്തിയില്ല. നിങ്ങളത് കേൾക്കുമ്പോൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത് പ്രിയപ്പെട്ടവരെ. നമുക്കെല്ലാം കിട്ടുമ്പോഴാണ് നാം സൂക്ഷിക്കേണ്ടത്. നമുക്കെല്ലാം വന്നു ചേരുമ്പോൾ നമുക്ക് ഒരു പൈസയും കടമില്ലെന്നിരിക്കട്ടെ, കടമെല്ലാം വീടിയെന്നിരിക്കട്ടെ. നിങ്ങൾ കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവർ പലരും വന്നിട്ടുണ്ടായിരിക്കും. എന്താണ്? ഒന്നും കടമില്ലാതെ എല്ലാം തൃപ്തിയിലേക്ക് വരുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് പാപത്തിലേക്ക് ഉലാത്താനുള്ള ആഗ്രഹം വരാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു ഉള്ളിൽ വന്ന് വസിക്കാൻ ഇടയാകുന്നത് എപ്പോഴാണ്? കഷ്ടം ജീവിതത്തിലുള്ളപ്പോൾ, ഞെരുക്കം ജീവിതത്തിലുള്ളപ്പോൾ. ദാവീദ് അന്ന് ഒരിക്കലും ഒരു പാപത്തിലേക്ക് പോയതായിട്ട് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് ആട്ടിടയനായി നടന്ന സമയത്ത്, ആരും ഗമനിക്കാതിരുന്ന സമയത്ത്, ആരാലും പ്രത്യേകിച്ച് ഒന്നും അറിയപ്പെടാതിരുന്ന സമയത്ത് ദാവീദിന്റെ ജീവിതത്തിൽ പാപം വന്നതായിട്ട് തിരുവചനം പറയുന്നില്ല. എന്നാൽ ദാവീദിന് ദൈവം അഭിഷേകം കൊടുത്തു. എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു. ദാവീദ് ഗോലിയാത്തിനെ കവിണ കൊണ്ടും കല്ലുകൊണ്ടും വീഴ്ത്തി. എന്താണ്? ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. ഇതെല്ലാം പറയുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിച്ച് നോക്കിക്കൊള്ളണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സാക്ഷ്യം പറയുന്നു. തിരുവചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് തീയായി ഇറങ്ങി വരുന്നു. നമുക്ക് ഉടനെ നമുക്ക് തോന്നും, കൊള്ളാം, കുഴപ്പമൊന്നുമില്ലല്ലോ. നാം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു തണുപ്പ് നമ്മെ ബാധിച്ചിട്ടില്ലേ? എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഞാനും ഞെട്ടലോടെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു തണുപ്പ് ബാധിക്കാനിടയാകുക, പിശാച് ഇരച്ചു കയറാനിട വരും. നാം എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഉണർന്നിരിപ്പീൻ, ജാഗ്രതയോടിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നുവെന്ന്. നമ്മെ വീഴിക്കാൻ നടക്കുന്ന ഒരു പിശാചുണ്ട്. അത് നാം ഗൗരവത്തോടെ കാണാതിരിക്കരുത്. ഏത് വിധേനയും നാം എന്നെങ്കിലും ജയിച്ചതായ പാപത്തിൽ കുടുക്കാനായിട്ട് ദുഷ്ടനായ പിശാച് നമ്മുടെ പിന്നാലെ നടക്കും. ജീവനുള്ള ദൈവം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. കർത്താവ് ഒരിക്കലും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ പിടിച്ചു പറിക്കുകയില്ല. പിശാച് പിടിച്ചു പറിക്കുകയില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. എന്നാൽ ജീവിതത്തിൽ പാപം വന്നാലോ നിസ്സഹായനായി ദൈവം നോക്കി നിൽക്കേണ്ടി വരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഞാനും പറയുകയാണ്, ചൈതന്യം കുറഞ്ഞുപോയി. കർത്താവേ, എല്ലാറ്റിൻ്റെയും ഉത്തരവാദി ഞാനാണ്. ഞാനും തീരുമാനമെടുക്കുകയാണ്. കർത്താവേ, എൻ്റെ നാഥ, ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം കുറഞ്ഞ് ഒരിക്കലും ജീവിക്കാൻ ഇടവരരുതേ എന്ന് ഞാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അഭയാചനയോടെ നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് ചൈതന്യം തന്നേ ദൈവം നമ്മെ വിടുകയുള്ളൂ. ഇന്ന് ആത്മാവിനെ പകർന്നേ നമ്മളെ ദൈവം വിടുകയുള്ളൂ. ഇന്ന് ആരെല്ലാം തകർന്ന ഹൃദയവുമായി വന്നിട്ടുണ്ട്, അവരുടെ മേൽ ആണിപ്പാറുള്ള കരം വന്ന് തിരുരക്തം പുരട്ടി തിരുരക്തത്തിൻ്റെ മുദ്ര തന്ന് മാത്രമേ ഇന്ന് അയക്കുകയുള്ളൂ. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. മനുഷ്യരാരുമല്ലാതായിരുന്നത്, എന്നാൽ ജീവനുള്ള ദൈവം എല്ലാവർക്കും തിരുരക്തത്തിൻ്റെ മുദ്ര തരുന്നവനാണ്. ആർക്ക്? വേങ്ങലടിച്ച് കരയുന്നവർക്ക്, തങ്ങളുടെ ജീവിതത്തിലെ പന്നുപോയ പാപമോർത്ത് കരയുന്നവർക്ക്. അതാണ് ദാവീദിൻ്റെ ജീവിതം മുഴുവൻ നമുക്ക് പാഠമാക്കി തരുന്നത്. 1:11 മുതൽ താഴേക്ക് നിർത്തി ഒന്ന് വായിച്ചോളൂ. ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെപ്പറ്റി അന്വേഷിപ്പിച്ചു. അവൾ ഏലിയാമിന്റെ മകളും ഹിത്തിനായ യൂരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്നറിഞ്ഞു. എന്താണ് ഉലാത്തിക്കൊണ്ടിരുന്നത്? ഇപ്പോൾ ദാവീദ് ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുവരെ അതിനു മുമ്പ് ദാവീദിൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു? എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാവീദിനൊരു അലസത, ഒരു ഉദാസീനത, ഒരു ജാഗ്രതക്കുറവ്. ഉടനെ പിശാച് അങ്ങ് അടപടലം പിടിച്ച് നശിപ്പിക്കാൻ നോക്കുകയാണ്. ഒരിക്കലും ഉദാസീനത വരരുത്. എൻ്റെ കർത്താവേ, ഞാൻ തിരുവചനം പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്. ഇനി ഒരിക്കലും ഉദാസീനത വരാനിട വരരുത്. ഒരിക്കലും കർത്താവേ, ഏതെങ്കിലും കാരണവശാൽ ഒരു തൃപ്തി വരാനിട വരരുത്. വചനം പറഞ്ഞപ്പോൾ കൃപ കിട്ടിയല്ലോ എന്നോർത്തൊരു തൃപ്തി വരാനിട വരരുത്. കാരണം എന്താണെന്നറിയാം? പിശാച് കയറിക്കൂടാനിട വരും. അപ്പോഴാണ് കെണികൾ പിശാച് വയ്ക്കുന്നത്. അപ്പോഴാണ് കെണി. പിശാച് നോട്ടത്തിൽ കൂടെ പാപം വരുത്തുകയാണ്. എന്താണ്? വായിക്കാം, ബാക്കി താഴേക്ക് വായിക്കാം. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി.
ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ഒരു അഴുതാത്ത കാഴ്ച കാണുന്നു. നോട്ടത്തിലൂടെയാണ് പാപം വരുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക എന്ന്. എന്താണ് ചൂന്നെടുക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. എന്താണ്? ഒരു അരിവാള് കൊണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇവിടെ ചക്ക, പ്ലാവിലുള്ള ചക്ക ഇങ്ങനെ തുരക്കും, ചൂന്നെടുക്കും, അത് മൂത്തോന്നറിയാനായിട്ട്. കുഞ്ഞുങ്ങൾക്കൊന്നും അത് പരിചയം ഉണ്ടാവില്ല. എന്നാൽ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് ചൂന്നെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ കണ്ണ്, ജോണിൻ്റെ കണ്ണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ, കർത്താവിൻ്റെ തിരുവചനത്തിന് മാറ്റമില്ല, നിനക്കിടർച്ച വരുന്നെങ്കിൽ നീ അതിനെ ചൂന്നെടുത്ത് ഇങ്ങനെ തുരന്നെടുത്ത്, ഇങ്ങനെ തുന്നിച്ചു നോക്കുന്നത് പോലെ, തുരന്ന് നോക്കുന്നത് പോലെ തുരന്നെടുത്ത് അതിനെ എറിഞ്ഞു കളക. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? എത്ര ഗൗരവത്തോടെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്. നാം അത്രമാത്രം ജാഗ്രതയോടെ ജീവിക്കേണ്ടവരാണെന്ന്. ദാവീദിന് ആ കണ്ണിലാണ് ഇടർച്ച വന്നത്, നോട്ടത്തിലാണ് ദാവീദിന് തെറ്റുപറ്റിയത്. ചൂന്നെടുത്ത് എറിഞ്ഞു കളക. പിന്നെയോ, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ എന്താണ് പറഞ്ഞത്? തീരുമാനമെടുത്തു, ഞാൻ ഇനി ഒരിക്കലും തന്നെ അഴുക്കാക്കുകയില്ല, ഞാൻ ഒരിക്കലും അഴുക്ക് കാര്യങ്ങളിലേക്ക് പോവുകയില്ല, അരുതാത്തതൊന്നും എൻ്റെ ഈ കൈ തൊടുകയില്ല, അരുതാത്തടത്തേക്ക് എൻ്റെ ഈ കാല് പോവുകയില്ല, അരുതാത്തത് എൻ്റെ ഹൃദയം ആഗ്രഹിക്കുകയില്ല, ഞാൻ അരുതാത്തത് നോക്കുകയില്ല, ഞാൻ ഒന്നും എൻ്റെ ഹൃദയം കൊണ്ട് നിരൂപിക്കുകയില്ല. ഞാൻ ഒരിക്കൽ കണ്ടതായ ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഊളിയിട്ട് വരുമ്പോൾ അത് എൻ്റെ തലച്ചോറിൽ ഞാൻ സ്ഥാനം കൊടുക്കാതെ, കർത്താവേ തിരുരക്തത്താൽ എന്നെ പൊതിയണമേ, അവിടുത്തെ തിരുരക്തം എൻ്റെ തലയിൽ കർത്താവേ, അവിടുന്ന് വെളിച്ചമായി ചുറ്റും മിന്നി നിൽക്കുന്നത് പോലെ കർത്താവേ, ആ തിരുരക്തം എനിക്ക് കാവലായി നിൽക്കണമേ, എൻ്റെ യേശുവിൻ്റെ തിരുരക്തത്താൽ കർത്താവെ പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ച് ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ ദുഷ്ടനായി പിശാചി കെണിവെക്കുമെന്നാണ് പറഞ്ഞത്. നിന്റെ കൈ നിനക്കിടർച്ച വരുന്നെങ്കിൽ നീ അതിനെ വെട്ടിയെറിഞ്ഞു കളയുക എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കൈ കൊണ്ട് ഞാൻ അരുതാത്ത എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ കൈ കൊണ്ട് ഞാൻ അരുതാത്ത എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ നല്ല മൂർച്ചയുള്ള വാക്കത്തി കൊണ്ട് വെട്ടി എറിഞ്ഞു കളയുക എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇന്ന് തന്നെ ഏതെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഉടനെ വാക്കത്തി എടുത്ത് കൈവെട്ടാനാണോ? അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവർ? ദൈവം അതീവ ജാഗ്രതയോടെ ഗൗരവത്തോടെയാണ് പാപത്തെ കാണുന്നത്. പ്രിയപ്പെട്ടവർ, ഈ സത്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഒരു കാരണവശാലും ജീവിതത്തിലൊരു പാപം വരരുത്. ഞാനും പറഞ്ഞില്ലേ, ഭയത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തിലുള്ള വാളാണ്. ഇരുവായ്ത്തിലുള്ള വാള് അത് ആത്മാവിനെയും, ഉറക്കെ പറഞ്ഞോളൂ അറിയാവുന്നവര്, ആത്മാവിനെയും പ്രാണനെയും സന്ധിമച്ചകളെ. എന്താണ് പറഞ്ഞത്? ആത്മാവിലേക്ക് തുളച്ച് ചെല്ലുന്ന വചനമാണ്. ആ വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവര്. അതാണ് പറഞ്ഞത്, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ ചൂന്നെടുത്ത് എറിഞ്ഞു കളക, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ വെട്ടി എറിഞ്ഞു കളക. ആത്മാവിനെയും പ്രാണനെയും സന്ധിമച്ചകളെയും വിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്നതാകുന്നു. അങ്ങ് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാപബോധം ലഭിക്കുക ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. തെറ്റ് വന്നു കഴിഞ്ഞാൽ, കർത്താവേ എനിക്ക് തെറ്റ് വന്നു പോയി എന്നുള്ള തിരിച്ചറിവ് കിട്ടുക. മരവിച്ച മനസ്സാക്ഷിയുമായിട്ട് ഇന്ന് ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേണപേക്ഷിക്കും, അതും കർത്താവ് ഒന്ന് മാറ്റിത്തരും. എല്ലാം മാറ്റാനാണ് ജീവനുള്ള ദൈവം നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. നഷ്ടപ്പെട്ട തകർന്ന ഹൃദയം തിരികെ തരണമേ, തകർന്നു നുറുങ്ങിയതുമായ ഹൃദയം എനിക്ക് തരണമേ കർത്താവേ. അവിടുത്തെ അത്ഭുതകരം എൻ്റെ തലയിൽ വയ്ക്കണമേ കർത്താവേ. എനിക്ക് ജാഗ്രത കുറവ് വന്നെങ്കിൽ കർത്താവേ, എൻ്റെ രോഗത്തെ അവിടുന്ന് ചികിത്സിച്ച് ഭേദമാക്കണമേ കർത്താവേ. എന്നോട് മനസ്സലിയണമേ. ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ പ്രിയപ്പെട്ടവര്. എന്താണ് പറഞ്ഞത്? ദാവീദിന് ജാഗ്രത കുറവ് വന്നു, ദാവീദിന് പാപം വന്നു, ദാവീദ് നോട്ടത്തിൽ തെറ്റുപറ്റി, ദാവീദിന് നോട്ടത്തിലൂടെയാണ് തെറ്റ് വന്നത്. ദാവീദ് എന്തു വലിയ അപകടത്തിലേക്ക് പോയി പ്രിയപ്പെട്ടവരെ. നോക്കി അവിടെ അരുതാത്ത കാര്യങ്ങൾ കണ്ടു. ദാവീദ് ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നു. അതിൽ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. അരുതാത്തത് വലതും നടന്നു. ആ സ്ത്രീ ഗർഭിണിയായി, വലിയ അപകടം ചെയ്തു വെച്ചു. എല്ലാം ഉണ്ട്, ദാവീദിന് എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു പാപം വന്ന ശേഷം നമ്മെ കുറ്റപ്പെടുത്തുന്നവനാണ് പിശാച്, അല്ലേ? ചിന്തിച്ചു നോക്കൂ. ആരോ ഭാര്യയോടൊന്ന് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ അരുതാത്ത ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു. അത് കഴിയുമ്പോൾ പിശാച് എന്ത് ചെയ്യും? നീ ഇപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി എന്നവൻ പറയുമോ? ഇല്ല.
എന്ത് ചെയ്യുമെന്നറിയാമോ? പിശാച് ചെയ്യുന്ന കുടുക്കെന്താണെന്നറിയാമോ? എന്നായാലും എനിക്ക് തെറ്റ് വന്നു, എന്നാൽ ഇന്ന് ബാക്കി പറയാനുള്ളവരാണ് വിളിച്ചങ്ങ് വഴക്ക് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഞാൻ എന്നായാലും കുടിച്ചു, അല്ലെങ്കിൽ ഒരു പേര് ഞാൻ എന്നായാലും കുടിച്ചു, എന്നാൽ പിന്നെ എന്നായാലും പരമാവധി അങ്ങ് കുടിച്ചേക്കാം, എന്നിട്ട് 1-ാം തീയതി ആകട്ടെ അല്ലെങ്കിൽ 1-ാം ഞായറാഴ്ച ആകട്ടെ അന്നേരം മദ്യപാനം നിർത്താം, ഒരു സിഗരറ്റ് ഒരു പുക എന്നായാലും എടുത്തുപോയി, എന്നാൽ ഇനിയൊരു കാര്യം ചെയ്തേക്കാം, ഇനി പരമാവധി നീ അങ്ങ് ചെയ്തോ. ഇതാരാണ് പറഞ്ഞു തരുന്നത്? ദുഷ്ടനായ പിശാച്. അവൻ അപവാദിയാണ്, അവൻ നാശയോഗ്യനാണ്, അവൻ നമ്മെ നശിപ്പിച്ചുകൊണ്ട് നിത്യനരകത്തിലേക്ക് വലിച്ചുകൊണ്ട് നമ്മെ പോയി അവിടെ പൂട്ടിയിടാനാണ് അവൻ്റെ പദ്ധതി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അലസതയോടെ നാം ജീവിക്കരുത്, ഉദാസീനതയോടെ ജീവിക്കരുത്. നോട്ടത്തിൽ ദാവീദിന് തെറ്റുവന്നു. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്ന ദൈവം കൈവെള്ളയിൽ താലോലിച്ചിരുന്ന ശൗലിൻ്റെ കുന്തമുനയിൽ തീർന്നു പോകേണ്ട ജീവിതം എത്രയോ പ്രാവശ്യം ചുമരോട് ചേർത്ത് കുത്തിക്കൊല്ലുവാൻ തക്കവണ്ണം രാജാവിന് അധികാരമുണ്ടായിരുന്ന ശൗൽ രാജാവ് കുത്തിക്കൊല്ലുവാൻ ശ്രമിച്ചു. അതിൽ നിന്നെല്ലാം വിട്ടുപോന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഞാനും ചിന്തിക്കുകയാണ്, പട്ടുപോകേണ്ട രംഗത്ത് നിന്ന് കർത്താവ് നമ്മെ വിളിച്ചു മാറ്റി. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്, എനിക്ക് നന്ദിയുണ്ട്. എല്ലാം തീർന്നെന്ന് വിചാരിച്ച രംഗങ്ങളിൽ നിന്ന് കർത്താവെ അവിടുന്ന് പിന്നെയും അവിടുന്ന് ഉയർത്തിക്കൊണ്ട് വന്നു. ജീവനുള്ള ദൈവത്തോടുള്ള നന്ദി ഞാനും ചിന്തിക്കുകയാണ്. എനിക്ക് നന്ദി കുറഞ്ഞു പോയിട്ടുണ്ടോ കർത്താവെ? ഇല്ലപ്പാ, ഇല്ല, ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. എന്നും നന്ദിയുള്ളവരായിരിക്കും, എന്നും നന്ദിയുള്ളവർ. തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കരയാനിടയാകുക. കർത്താവെ, സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി കർത്താവേ എന്നോട് കരുണ തോന്നണമെന്ന് പറയാനിടയാകുക. മറ്റുള്ളവരുടെ കുറ്റം കാണുകയല്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഓരോരുത്തരും തിരിഞ്ഞു നോക്കൂ. നിങ്ങൾക്കിന്ന് ജീവനുള്ള ക്രിസ്തു വീണ്ടും ചൈതന്യം തരണമോ? തന്നെത്താൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, കർത്താവേ എനിക്ക് ആത്മാവിൽ ചൈതന്യം കുറഞ്ഞുപോയി, കർത്താവേ എനിക്ക് നല്ല കാലം, നല്ല അത്യുത്സാഹം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, എന്നാൽ കർത്താവേ ആ പഴയ കാലം എനിക്ക് തരണമേ. തുള്ളനും പച്ചപ്പുഴും വിട്ടലും വെട്ടിക്കളിയും തിന്നുകളഞ്ഞ കാലങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് പകരം നൽകാമെന്നാണ് ദൈവം പറയുന്നത്. കർത്താവേ ഇന്ന് പകരം നൽകണമേ. ദാവീദ് എന്താണ് ചെയ്തത്? ദാവീദ് പാപം ചെയ്തു. ദാവീദിൻ്റെ ജീവിതത്തിൽ എല്ലാം വന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ അശുദ്ധി വന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ഊരിയാവിനെ കൊലയ്ക്ക് കൊടുത്തു. ദാവീദ് വഞ്ചിച്ചു. ദാവീദ് മദ്യപിപ്പിച്ചു. എന്തെല്ലാം ചെയ്തു. എന്നാൽ ആ ദാവീദിൻ്റെ അരികിലേക്ക് നാഥാൻ പ്രവാചകൻ കടന്നു ചെന്നു. അത് 12:7 12:7 ആ ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കാം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത് ആ മനുഷ്യൻ നീ തന്നെ. അത് മാത്രം പറയുന്നുള്ളൂ. ആ മനുഷ്യൻ നീ തന്നെ. എന്താണ് ആ മനുഷ്യൻ നീ തന്നെ? അത്രയും മാത്രം നിങ്ങൾ മനസ്സിലിരിക്കട്ടെ. എന്നിട്ടോ സങ്കീർത്തനം 2:12 മാത്രം ഒന്ന് വായിക്കാം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ. കേട്ടോളണം, ഗൗരവത്തോടെ കേട്ടുകൊള്ളണം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ. കേൾക്കൂ, നശിക്കാതിരിക്കണമോ? എൻ്റെ ദൈവം കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അത് മാത്രം പറഞ്ഞ് നിർത്താൻ ശ്രമിക്കുകയാണ്. എല്ലാവരും ഉണർന്നിരിക്കൂ. എല്ലാവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തുറന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമക്കൾ എല്ലാവരും ഒരുമിച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ ഞങ്ങൾക്ക് പുതിയ ചൈതന്യം തരണമേ. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം തരണമേ. കർത്താവേ നഷ്ടപ്പെട്ടു പോയ ആത്മാവിൻ്റെ വീര്യം തിരികെ തരണമേ. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. വേറെ വഴിയൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. നോക്കാൻ ഒരുവൻ മാത്രം, ആശ്രയിപ്പാൻ ഒരുവൻ മാത്രം. പിന്നീട് താഴേക്ക് വായിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ വ്യക്തമായി കാര്യമെല്ലാം പറഞ്ഞിട്ട് വായിക്കേണ്ട പറഞ്ഞു. എന്താണ്? എല്ലാം പറഞ്ഞു. ദാവീദേ നീയാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞു. അവസാനം അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? നാഥാൻ പ്രവാചകൻ 17-ാം വാക്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നാഥാൻ പ്രവാചകനും എന്ത് ചെയ്തു? തൻ്റെ വീട്ടിലേക്ക് പോയി. നാഥാൻ പ്രവാചകനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പ്രവാചകനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ദൈവവൈതലിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കൂട്ടായ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഭർത്താവിന് ഭാര്യയെ രക്ഷിക്കാൻ കഴിയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയില്ല. മക്കളെ രക്ഷിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയില്ല. മക്കളെ രക്ഷിക്കാൻ എന്താണെന്നറിയാമോ? ഒരു 10 വയസ്സിന് അല്ലെങ്കിൽ ഒരു 8 വയസ്സുള്ളൊരു കുഞ്ഞാണെന്നിരിക്കട്ടെ, അപ്പനും അമ്മയും കൃപയിലാണെങ്കിൽ, അപ്പനും അമ്മയും ജീവനുള്ള ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ, അവരുടെ ഉള്ളിൽ
കർത്താവിൻ്റെ കരുണ അങ്ങ് തിങ്ങി നിറഞ്ഞു നിന്നിട്ട് ദൈവത്തോടുള്ള നന്ദി കൊണ്ട് ഉള്ളം തകർന്ന് അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ കാര്യം അവർ പെട്ടെന്ന് കടന്നു പോയാൽ ജീവനുള്ള ദൈവം കരുണ കാണിക്കും. പ്രിയപ്പെട്ടവർ, അവർ കൃപയിലാണെങ്കിൽ ദൈവം അവരെ രക്ഷയിലേക്ക് ആക്കും. അല്ലാതെ അപ്പനും അമ്മയും കൃപയിലാണെന്നുള്ളത് കൊണ്ട് മക്കൾ ആ സമയത്ത് കടന്നുപോയി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ആ മക്കൾ ദൈവരാജ്യത്തിലെത്തുമെന്ന് നിങ്ങൾ കരുതരുത്. വ്യക്തിപരമാണ് രക്ഷ. അതുകൊണ്ട് എന്ത് വേണം? അവൻ കോപിച്ചിട്ട് വഴി വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. എന്താണ് നാം ഇന്ന് ചിന്തിച്ച ആദ്യത്തെ വാക്യം? എന്താണ്? ദൈവം ക്ഷമിക്കുന്നവനാണ്. ഇതെല്ലാം ചെയ്ത് കൊലപാതകം ചെയ്തു, വഞ്ചിച്ചു, മദ്യപിച്ചു, ഏറ്റവും നീചമായിട്ട് പ്രവർത്തിച്ചു, അങ്ങനെ എല്ലാം ചെയ്തിട്ടും എന്താണ്? ദാവീദിനെ ആരാക്കി തീർത്തു? ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി തീർത്തു. ദൈവം അങ്ങനെയാണ്. കരുണ തോന്നുന്ന ദൈവം, മനസ്സലിയുന്ന ദൈവം. ആ ദൈവം ഇപ്പോൾ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണുകളെ അടച്ചുകൊള്ളൂ. വേറെ ആരെയും കാണണ്ട, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. യേശു മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? ബലഹീനനും പാപിയുമാകുന്ന അടിയൻ യേശുവിനെ കണ്ടുകൊണ്ട്, ആ മുഖം കണ്ടുകൊണ്ട്, മുഖത്തിൻ്റെ ആ ശോഭ കണ്ടുകൊണ്ട്, ആ തേജസ് കണ്ടുകൊണ്ട്, കർത്താവേ അടിയനോടും മനസ്സലിയണമേ, അടിയനോടും കരുണ തോന്നണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചൈതന്യം തിരികെ തരണമേ. കർത്താവേ, ആരുടെയെല്ലാം ചൈതന്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആരെല്ലാം ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ചോർത്തിക്കളഞ്ഞവരായിട്ട് ആരെല്ലാം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങ് ദൂരെ ഇരുന്ന് ആരെല്ലാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കൂ ജനമേ, എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കൂ എന്നാണ് ദൈവം പറയുന്നത്. വേറെ മനുഷ്യരിലേക്ക് ആരിലേക്ക് നോക്കരുത്. നിങ്ങൾ കർത്താവ് നിങ്ങളുടെ അരികിൽ നിൽക്കുന്നുണ്ടെന്ന് കാണൂ. നിങ്ങളുടെ അരികിൽ വന്ന് തിരുസാന്നിധ്യവുമായി കർത്താവ് വന്നിട്ടുണ്ട്, തിരുരക്തം കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ രക്തം മാത്രമാണ് നമ്മുടെ പാപം കഴുകിത്തരുന്നത്. ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. പ്രവാചകന്റെ വീട്ടിൽ പോകും, ദൈവമക്കളും അവരുടെ വീട്ടിൽ പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മാറാത്തവനായി ഒരുവൻ മാത്രം, മാറ്റമില്ലാത്തവൻ ഒരുവൻ മാത്രം, രക്ഷിക്കുന്നവൻ ഒരുവൻ മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. വേറെ ആരെ നോക്കിയിട്ട് കാര്യവുമില്ല. അവങ്കലേക്ക് നോക്കിയവരാണ് പ്രകാശിതരായത്. നിങ്ങൾക്ക് പ്രകാശം വേണമോ? നിങ്ങളുടെ ഉള്ളിൽ ഇരുട്ട് മാറണമോ? നിങ്ങൾക്ക് ചൈതന്യം ലഭിക്കണമോ? ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണമോ? വേറെ കുറുക്ക് വഴി ഒന്നുമില്ല. യേശുവിനെ നോക്കൂ, വേറെ ആരെയും നോക്കണ്ട. യേശുവിനെ മാത്രം നോക്കൂ, യേശുവിനെ മാത്രം വിളിക്കൂ, യേശുവിൽ മാത്രം ആശ്രയിക്കൂ, യേശുവിനോട് മാത്രം ചോദിക്കൂ. എൻ്റെ യേശുവേ, എന്നോട് മനസ്സലിയണമേ എന്ന് ആരെല്ലാം പറയുന്നുണ്ട്. കർത്താവേ, പാപിയായ എന്നോട് മനസ്സലിയണമേ. കർത്താവേ, ഈ പാപിയെ വിട്ട് അവിടുന്ന് കടന്നു പോകല്ലേ കർത്താവേ. ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവേ. ഞങ്ങൾ അത്യാവശ്യക്കാർ വന്നിരിക്കുന്നു. നിങ്ങളിൽ ആരെല്ലാം രോഗികൾ വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് അത് ആരുടെയെങ്കിലും എടുത്തിരുന്നു വന്ന് സംസാരിച്ച് ഒരു പുതിയ സമർപ്പണമൊക്കെ എടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ചാലേ രോഗം മാറുകയുള്ളൂ, അല്ലെങ്കിൽ ഡോക്ടർ വന്ന് നല്ല ചികിത്സയൊക്കെ തന്നാലേ രോഗം മാറുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാരെല്ലാം ഉണ്ടോ? എൻ്റെ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം വന്ന് തൊട്ടാൽ മകനേ, നിന്റെ ബ്ലോക്കെല്ലാം അലിഞ്ഞു പോകുമെന്ന് നീ അറിഞ്ഞുകൊള്ളൂ. നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? യേശു അരികിൽ വന്ന് നിൽക്കുകയാണ്. യേശു ആവലോടെ നിൽക്കുകയാണ്. കർത്താവ് ആരെയും മാറ്റി നിർത്തുന്നില്ല. നീ ഈ അടുത്ത കാലത്തല്ലേ കൂട്ടായ്മയ്ക്ക് വന്നത്? കർത്താവ് ചോദിക്കുന്നില്ല. നീ സമർപ്പണം എടുത്തിട്ട് വീണ്ടും നീ പുറകോട്ട് പോയില്ലേ? കർത്താവ് ചോദിക്കുന്നില്ല. മകനെ, നിന്റെ വാൽവ് ശരിയാക്കാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് കർത്താവ് നിന്നോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ. നിന്റെ ബ്ലോക്ക് മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിൻ്റെ മുറിവ് മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ മക്കളുടെ ഭാവി ശോഭനമാക്കുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ അപ്പന് രക്ഷ നൽകുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആരെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ആരെല്ലാം വ്യക്തമായി തീരുമാനമെടുക്കുന്നുണ്ട്? കണ്ണുകൾ അടച്ചുകൊണ്ട് കർത്താവിനോട് പറയൂ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എന്നോട് മനസ്സലിയണമേ, എന്നോട് കരുണ കാണിക്കണമേ. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഉറക്കെ പറഞ്ഞോളൂ. എൻ്റെ യേശുവേ, എന്നോട് കരുണ തോന്നണമേ. അന്ന് കുരുടൻ പറഞ്ഞ പോലെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സലിയണമേ, എന്റെ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം എനിക്ക് തിരികെ തരണമേ. എന്റെ കർത്താവേ, ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. കർത്താവേ, ഞാൻ ഒരിക്കലും
ഒരിക്കലും ഇനി പഴയ മനുഷ്യനായിരിക്കുകയില്ല. ഞാൻ ഒരിക്കലും പഴയതുപോലെ അലസമായി ജീവിക്കുകയില്ല. കർത്താവേ, ഞാൻ കൃത്യസമയത്ത് ദൈവവചനം വായിക്കും. നിങ്ങൾ അങ്ങനെ ഉറപ്പുള്ളവർ പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ ബലഹീനായി ഞാനും പറയുകയാണ്, കർത്താവേ, പ്രാർത്ഥനയിൽ കുറവ് വന്നിട്ടുണ്ട്. കർത്താവേ, തിരുവചനം ധ്യാനിക്കുന്നതിൽ കുറവ് വന്നിട്ടുണ്ട്. വെത്തപ്പാടുകളുള്ള ജീവിതത്തിൽ പലതും തെറ്റിപ്പോയിട്ടുണ്ട്. കർത്താവേ, എന്നോട് മനസ്സലിയണമേ. നിങ്ങൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്, ആരോടും ഒന്നും പറയുന്നില്ല. കർത്താവ് സ്നേഹം മാത്രമായി കർത്താവ് അരികിൽ വന്ന് നിൽക്കുകയാണ്. ആ പുണ്യപുരുഷനെ നിങ്ങൾ കാണൂ, ആ തിരുസാന്നിധ്യം നിങ്ങൾ കാണൂ. പാവത്തോട് യാത്ര പറയൂ, പിശാചിനോട് യാത്ര പറയൂ. എൻ്റെ കർത്താവേ, ഞാൻ ഇന്നു മുതൽ പുതിയ സൃഷ്ടിയെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയൂ. വ്യക്തമായൊരു തീരുമാനം, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കും. എൻ്റെ നാഥ, എന്നോട് മനസ്സലിയണമേ. അങ്ങനെ ആരെല്ലാം പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചവരും മാത്രം അവരുടെ കരങ്ങളെ ഉയർത്തു. കർത്താവേ, മനസ്സലിയണമേ. കർത്താവേ, കരുണ തോന്നണമേ. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ കൊടുക്കണമേ. രോഗത്തിന്മേൽ അവിടുത്തെ അത്ഭുതകരം വെക്കണമേ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് വരികയാണ്. കർത്താവേ, എൻ്റെ നാഥ, അവിടുന്ന് കരുണ തോന്നണമേ. രോഗികളായിരിക്കുന്നവരുടെ മേൽ ആണിപ്പാടുള്ള കരം വെക്കണമേ. നീ വിശ്വസിക്കൂ മകനെ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കാതെ കർത്താവിന് ഒന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. നാഥ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. ആരെല്ലാം പ്രാർത്ഥിച്ചു കർത്താവേ, കരങ്ങളെ താഴ്ത്തിയിടൂ. എൻ്റെ അപ്പ, അങ്ങനെ പ്രാർത്ഥിച്ചവരാരെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എൻ്റെ കർത്താവേ, അങ്ങനെ പ്രാർത്ഥിച്ചവരുടെ മേൽ ആണിപ്പാടുള്ള കരം ഇപ്പോൾ വെക്കണമേ. പഴയതെല്ലാം കഴുകി കൊടുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കർത്താവേ അതിനുള്ള കൃപ കൊടുക്കണമേ. മദ്യപാനത്തിൽ വലഞ്ഞു വന്നിരിക്കുന്നവരാരെല്ലാം ഉണ്ട്, അവരുടെ മദ്യപാനം കർത്താവ് മാറ്റിക്കൊടുക്കണമേ. കടബാധ്യതയിൽ വലഞ്ഞ് ഒന്ന് ഉറങ്ങാൻ പോലും, സമാധാനത്തോടെ ഉറങ്ങാൻ പോലും മാർഗമില്ലാതെ ആരെല്ലാം വന്നിട്ടുണ്ട്. കർത്താവേ, മനസ്സലിയണമേ. എല്ലാം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.